വെൽക്കം ബാക്ക് ടു സിമെഡിടെക് ഓൺലൈൻ അക്കാഡമി. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് DHA ഹാർഡോപ്രോമെട്രിക്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 10 ക്വസ്റ്റ്യൻസും ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. The sterilization of autoclave is option A 85 degrees Celsius for 30 minutes, option B 121 degrees Celsius for 15 minutes, option C 150 degrees Celsius for 30 minutes, option D 160 degrees Celsius for 15 hours. ഓക്കെ, നമുക്കറിയാം ഓട്ടോക്ലേവ് അല്ലെ, നമ്മുടെ ലബോറട്ടറിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഇതാണെന്ന് ഓട്ടോക്ലേവ് എന്ന് നമുക്ക് പറയാം. ഓട്ടോക്ലേവിന്റെ ഹോൾഡിംഗ് പീരീഡ് എല്ലാവർക്കും അറിയാം, 121 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 മിനിറ്റ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മീഡിയ യൂസ്ഡ് ഫോർ കൾച്ചർ ഓഫ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. നമുക്കറിയാം മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്താണ് കോസ് ചെയ്യുന്നത്? TB ആണല്ലേ കോസ് ചെയ്യുന്നത്. അതൊരു ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസം ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. നമുക്കപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയാലോ. LJ മീഡിയം, ഓപ്ഷൻ ബി ഒഗാവ മീഡിയം, ഓപ്ഷൻ സി ഡോർസെറ്റ് മീഡിയം, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. സാധാരണ ക്വസ്റ്റ്യനിൽ കാണാറുള്ളത് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിന്റെ സെലക്റ്റീവ് മീഡിയ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതിനകത്ത് നമുക്ക് LJ മീഡിയം മാത്രമാണ് ഓപ്ഷനിലുള്ളൂ. പക്ഷെ ഇന്ന് നോക്കിയാൽ LJ മീഡിയം ഉണ്ട്, ഒഗാവ മീഡിയം ഉണ്ട്, ഡോർസെറ്റ് മീഡിയം ഉണ്ട്. ഇത് മൂന്നും മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് എന്നാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫംഗ്ഷൻ ഓഫ് പ്ലേറ്റ്ലെറ്റ്. നമുക്കറിയാം നമ്മുടെ ബ്ലഡിനകത്ത് ഒരുപാട് സെല്ലുകൾ ഉണ്ടല്ലേ, RBC, WBC, പ്ലേറ്റ്ലെറ്റ്. മൂന്നെണ്ണം നമുക്ക് മെയിൻ ആയിട്ട് പറയാൻ പറ്റും. അതിനകത്ത് നമുക്ക് നോക്കിയാൽ ഓപ്ഷൻ ഒന്ന് നോക്കാം. ഓപ്ഷൻ എ സപ്ലൈ ദി ന്യൂട്രീഷൻ, ഓപ്ഷൻ ബി സ്റ്റോപ്പ് ദ ബ്ലീഡിംഗ്, ഓപ്ഷൻ സി സപ്ലൈ ദ ഓക്സിജൻ, ഓപ്ഷൻ ഡി ഡിഫൻസ് മെക്കാനിസം. നമുക്ക് അതിന് മുമ്പ് RBC, WBC കുറിച്ചൊക്കെ ഒന്ന് പഠിക്കാം. RBC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ, എരിത്രോസൈറ്റ്സ് എന്ന് പറയും. അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? നമുക്ക് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒക്കെ ട്രാൻസ്പോർട്ട് നടത്തുക എന്നുള്ളതാണ്. അപ്പൊ WBC ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഗ്രാനുലോസൈറ്റ് ഉണ്ട്, ഗ്രാനുലോസൈറ്റ് ഉണ്ട്. അതിനകത്ത് തന്നെ മോണോസൈറ്റ്, ലിംഫോസൈറ്റ്, ന്യൂട്രോഫിൽ, ഇസ്നോഫിൽ, ബേസോഫിൽ, അങ്ങനെ മൊത്തത്തിൽ ഒരു 5 പേരുണ്ട്. അപ്പൊ ഇവരുടെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ഡിഫൻസ് മെക്കാനിസം ആണ് അല്ലെ. RBC എന്താണ്? ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ ആണെന്ന് പറഞ്ഞു. ഇനി WBC എന്താണ്? ഡിഫൻസ് മെക്കാനിസം അല്ലെ, ഇമ്മ്യൂണിറ്റി ഒക്കെ തരുന്ന ആൾക്കാരാണ് കേട്ടോ. ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഓപ്ഷനിൽ വരുന്നത് ഏതാണ്? ന്യൂട്രീഷൻ കൊടുക്കാന്നൊക്കെ പറയുന്നത് ബ്ലഡിന്റെ ഒരു ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഇവിടെ പ്ലേറ്റ്ലെറ്റിനോട് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് വരുന്നത് ഓപ്ഷൻ ബി സ്റ്റോപ്പ് ദ ബ്ലീഡിങ് അല്ലെ. കൊയാഗുലേഷൻ മെക്കാനിസത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് റോൾ വഹിക്കുന്ന ഒരാളാണ് നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Next, fluoride inhibit the dash enzyme in the glycolysis. Option A enolase, option B cis aconitate, option C succinate thiokinase, option D aldolase. നമുക്കറിയാം ഫ്ലൂറൈഡ് അല്ലെ, ഓക്സലേറ്റ് ഫ്ലൂറൈഡ് മിക്സ്ചർ നമ്മൾ ബ്ലഡ് ഷുഗറിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് കളക്ട് ചെയ്യുന്നതാണെന്നൊക്കെ നമുക്ക് അറിയാം അല്ലെ, ആന്റികോയാഗുലന്റ് ആണെന്ന് അറിയാം. അപ്പൊ ഇനോലേസിനെയാണ് അവരെ ഇനാക്ടിവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യുന്നത് കേട്ടോ. ഫ്ലൂറൈഡ് ഇൻഹിബിറ്റ് ചെയ്യുന്നത് ഇനോലേസ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ അപ്പിയർ ഇൻ ഗ്രാം സ്റ്റെയിൻ. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഏത് കളറിലായിരിക്കും ഗ്രാം സ്റ്റെയിനിങ്ങിൽ കാണുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ബ്ലൂ, ഓപ്ഷൻ ബി ഗ്രീൻ, ഓപ്ഷൻ സി റെഡ്, ഓപ്ഷൻ ഡി യെല്ലോ. നമുക്ക് ഗ്രാം സ്റ്റെയിൻ ആരാണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ക്രിസ്ത്യൻ ഗ്രാം എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹമാണ് ഫസ്റ്റ് ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് മൈക്രോബയോളജിക്ക് വേണ്ടിയിട്ട് നൽകിയത്. അതുകൊണ്ടാണ് അയാളുടെ പേരിൽ നിന്ന് എടുത്തത് നമ്മൾ ഗ്രാം സ്റ്റെയിൻ എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഗ്രാം നെഗറ്റീവ് ഓർഗാനിസത്തിനെയും ഗ്രാം പോസിറ്റീവ് ഓർഗാനിസത്തിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്ത് ബാക്ടീരിയൽ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാം സ്റ്റെയിൻ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് നമുക്കറിയാം ആദ്യം നമ്മളൊരു പ്രൈമറി സ്റ്റെയിൻ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കൗണ്ടർ സ്റ്റെയിൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രൈമറി സ്റ്റെയിന്റെ കളറാണ് ആരെടുക്കുന്നത്? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എടുക്കുന്നത്. ഈ പ്രൈമറി സ്റ്റെയിൻ എന്ന് പറയുമ്പോൾ മീഥൈൽ വയലറ്റ്, ക്രിസ്റ്റൽ വയലറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരും. ഇനി നെക്സ്റ്റ് വൺ കൗണ്ടർ സ്റ്റെയിൻ, കർബോൾ ഫുക്സിൻ അതുപോലെ തന്നെ സെഫ്രാനിനൊക്കെയാണ് കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് വരുന്നത്. ഈ കൗണ്ടർ സ്റ്റെയിന്റെ കളറാണ് ഗ്രാം നെഗറ്റീവ് ഓർഗാനിസം എടുക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കിയാൽ ഇവിടെ ഓപ്ഷനിൽ ഏതാണുള്ളത്? റെഡ് കളർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ അപ്പിയർ ഇൻ റെഡ് കളർ ഓൺ ഗ്രാം സ്റ്റെയിൻ. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. വൈറ്റമിൻ ദാറ്റ് ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്. നമ്മൾ പറഞ്ഞു പ്ലേറ്റ്ലെറ്റ് ബ്ലഡ് ക്ലോട്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഏത് വൈറ്റമിൻ ആണ് ബ്ലഡ് ക്ലോട്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യണമെന്ന് നമുക്ക് നോക്കിയാലോ. ഓപ്ഷൻ എ വൈറ്റമിൻ എ, ഓപ്ഷൻ ബി വൈറ്റമിൻ ബി, ഓപ്ഷൻ സി വൈറ്റമിൻ കെ, ഓപ്ഷൻ ഡി വൈറ്റമിൻ സി. നമ്മൾ ഫാറ്റ് സോലുബിൾ വൈറ്റമിനും വാട്ടർ സോലുബിൾ വൈറ്റമിനും അതിനകത്ത് നമ്മൾ പറഞ്ഞു ഫാറ്റ് അടക്ക് എന്ന് ഓർത്തിരുന്നു കഴിഞ്ഞാൽ അത് ഫാറ്റ് സോലുബിൾ ആണ്. ADEK എന്ന് പറഞ്ഞു. അതിനകത്ത് വൈറ്റമിൻ കെ ഫോർ കൊയാഗുലേഷൻ, ഓക്കെ, കൊയാഗുലേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. പിക്രിക് ആസിഡ് കണ്ടെയ്നിങ് ഫിക്സേറ്റീവ്. ഓപ്ഷൻ എ ഫോർമാലിൻ,
ഓപ്ഷൻ ബി സെങ്കേഴ്സ് ഫ്ലൂയിഡ്, ഓപ്ഷൻ സി ബോയിൻസ് ഫ്ലൂയിഡ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ്. അതിനകത്ത് നമുക്കറിയാം ബോയിൻസ് ഫ്ലൂയിഡ് ആണ് പിക്രിക് ആസിഡ് കണ്ടെയ്നിങ് ഫിക്സേറ്റീവ് ആയിട്ട് അറിയപ്പെടുന്നത്. ബോയിൻസ് ഫ്ലൂയിഡ്, ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. സൈലിൻ ഈസ് യൂസ്ഡ് ഫോർ. സൈലിൻ നമ്മൾ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ച ഒരു ഒരു കെമിക്കൽ ആണ് അല്ലെ സൈലിൻ എന്ന് പറഞ്ഞാൽ. നമുക്ക് നോക്കിയാൽ അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന്. ഓപ്ഷൻ എ ഫിക്സേഷൻ, ഓപ്ഷൻ ബി ക്ലിയറിംഗ്, ഓപ്ഷൻ ഡി ഡീഹൈഡ്രേഷൻ, ഓപ്ഷൻ ഡി മൗണ്ടിങ്. ഓക്കെ, ഫിക്സേഷൻ, ക്ലിയറിംഗ്, ഡീഹൈഡ്രേഷൻ, മൗണ്ടിങ്. നമുക്കറിയാം ഫിക്സേഷന് വേണ്ടിയിട്ടല്ല, കാരണം ഫിക്സേറ്റീവ്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് അല്ലെ. ഫോർമാലിൻ, ബഫോർഡ് ന്യൂട്രൽ ഫോർമാലിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു. ആൽക്കഹോള്, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഡീഹൈഡ്രേഷന് വേണ്ടിയിട്ടും ആൽക്കഹോൾ ആണ് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. ഇനി മൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് DPX ഒക്കെയാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഏതാണ്? ഓപ്ഷൻ ബി ക്ലിയറിംഗ് ഏജന്റ് ആണ് സൈലിൻ. സൈലിൻ ഈസ് ദ ബെസ്റ്റ് ക്ലിയറിംഗ് ഏജന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓർറോഡ്. ഓർറോഡ് ഏത് കേസിലാണ് സീൻ ചെയ്യുന്നത്? ഓർറോഡ്സ് ആർ സീൻ ഇൻ ഓപ്ഷൻ എ AML, ഓപ്ഷൻ ബി CML, ഓപ്ഷൻ സി ALL, ഓപ്ഷൻ ഡി CLL. മെയിൻലി AMLന്റെ കേസിലാണ് ഓർറോഡ്സ് കാണുന്നത്. അക്യൂട്ട് മൈലോയിഡ് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓർറോഡ്സ് ആർ സീൻ. ഓർറോഡ്സ് ആർ സീൻ. ഓപ്ഷൻ എ AML, ഓപ്ഷൻ ബി CML, ഓപ്ഷൻ സി ALL, ഓപ്ഷൻ ഡി CLL. ഇതിനകത്ത് AML, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. AML. ഓർറോഡ്സ് കാണുന്നത് എവിടെയാണ്? AMLന്റെ കേസിലാണ് കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ മയോകാർഡിയൽ ഇൻഫാക്ഷൻ വാട്ട് ഈസ് ദ എൻസൈം റെസ്പോൺസിബിൾ ഫോർ? ഓപ്ഷൻ എ CKMP, ഓപ്ഷൻ ബി AST, ഓപ്ഷൻ സി ALT, ഓപ്ഷൻ ഡി CKBP. നമുക്കറിയാം ഇതിനകത്ത് ഏത് എൻസൈം ആണ്. AST ALT ഒക്കെ നമുക്കറിയാലോ ഏതാണ്, മെയിൻലി ലിവറിനെ ഇത് ചെയ്യണം. അപ്പൊ ലിവർ എൻസൈംസ് ആയിട്ടുള്ള അവർ രണ്ടുപേരും നമുക്ക് അങ്ങ് മാറ്റി നിർത്താം. പിന്നെ മയോകാർഡിയലിന് വേണ്ടിയിട്ട് CKMB, CKBB ഉണ്ട്. ക്രിയാറ്റിൻ കൈനേസ്. അതിനകത്ത് BB എന്ന് പറയുമ്പോൾ തന്നെ ബ്രെയിനിനെ ഓർത്തോളൂ. അപ്പൊ അതുമല്ല, CKMB ആണ് മയോകാർഡിയൽ ഇൻഫാക്ഷനകത്ത് നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ട് എടുക്കുന്ന ഒരു എൻസൈം ആയിട്ട് വരുന്നത്, ക്രിയാറ്റിൻ കൈനേസ് MB. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയും ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പൊ ഓക്കെ, താങ്ക് യു ഓൾ.